ചങ്ങായിമാർ, ഞാൻ യാത്ര പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മൂന്നാറിനാണ് യാത്ര. ഇപ്പം ഞാൻ KSRTCയിലാണ് ഉള്ളത്. ഇപ്പം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. ഇപ്പം മൂന്നാർ ചെന്നിട്ട് എനിക്ക് സൂര്യനിലേക്കാണ് പോകേണ്ടത്. ആക്ച്വലി എന്താ വെച്ചാൽ നാളെ കൊളുക്കുമല ട്രക്കിന് വേണ്ടി പോവാം കേട്ടോ. ഞാൻ ഓൾറെഡി ഒരു ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്ക് എത്തണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വൈകിട്ട് നമുക്കൊരു സൺസെറ്റ് ട്രക്കും ക്യാമ്പ് ഫയറും ഫുഡൊക്കെ ഉണ്ട്. ഇപ്പോൾ സൂര്യനെല്ലിയിലെത്തുമ്പോൾ അവരെന്നെ പിക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മൂന്നാർ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് സൂര്യനെല്ലിക്ക് വണ്ടി കയറാമെന്ന് വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഷെയറിങ് ജീപ്പൊക്കെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞത്. നോക്കാൻ കാര്യം എനിക്ക് പെട്ടെന്ന് വണ്ടി കിട്ടിയാൽ മതിയായിരുന്നു. ആവുമെന്തോ അങ്ങനെയെന്നറിയത്തില്ല. എന്തായാലും പോയി നോക്കും. അവിടെ എത്തുമ്പോഴേക്കും ഒരു 1.5 മണിയൊക്കെ ആവുമെന്നാണ് അവർ പറഞ്ഞത്. ഇതുവരെ അടിമാലിയൊന്നും ആയിട്ടില്ല. ബോർഡ് കണ്ടായിരുന്നു 2-3 കിലോമീറ്ററിനുണ്ട് മൂന്നാർ എത്തുമായിട്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് വന്നാണ്. ഇപ്പോഴാണ് സൂര്യനിലേക്ക് പോകാൻ ജീപ്പ് കയറിയിട്ട് ഷെയർ ജീപ്പ് കയറിയിട്ട് അതൊന്നും പോകുന്നില്ല ആൾ വരാത്തതുകൊണ്ട്. അവസാനം ബസ്സിൽ കയറി. ഇനി വേറെ സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ഓട്ടോ പിടിച്ച് വേണം സൂര്യനിലേക്ക് പോകാൻ. ദേവികുളമാണ് കേട്ടോ അത്. റോഡൊക്കെ അടിപൊളിയാണ്, നല്ല വൈബാണ്. നല്ല AC യുടെ കൂളിംഗ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്.
ഞാൻ പവർ ഹൗസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടാ. ഇനി ഇവിടെ നിന്ന് ഓട്ടോയ്ക്ക് പോകണം. 3 പേര് വന്നാലേ ഓട്ടോ മുകളിൽ ഉണ്ടാവും. ഓട്ടോ അവിടെ കിടക്കുന്നുണ്ട്. സൂര്യനെല്ലിക്ക് ഇനി വന്ന് ഒരു 200 രൂപയാണ് ഓട്ടക്കൂലി. ഷെയറിംഗ് ആണെങ്കിൽ കുറവുണ്ടായിരുന്നു. ഇങ്ങനെ നിൽക്കുക, എന്താണെന്ന് അറിഞ്ഞൂടാ. 2 ആൾക്കാർ വന്നു. ഒരാളിവിടെ വരാൻ വേണ്ടിയിട്ട് നിൽക്കണേ. പറയല് നോക്കിയേ, നല്ല രസമില്ലേ? നല്ല സൺലൈറ്റും നല്ല വൈബാണ്. AC ഒക്കെ സ്റ്റാർട്ടായിട്ട് നല്ല കൂളിംഗ് ഉണ്ട് ഇപ്പോൾ. അങ്ങനെ ഞാൻ സൂര്യനിൽ എത്തിയിട്ടോ. അത് ആളാണ് എന്നെ കൂട്ടാൻ വന്നത്. ആൾ ജീപ്പുമായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സൺസെറ്റ് ട്രക്ക് കാണാൻ പോയി. സൺസെറ്റ് അതിന് വേണ്ടിയിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കാം. ഞാൻ വരാൻ ലേറ്റായി. അല്ലെങ്കിൽ ക്യാമ്പിൽ പോയിട്ട് നമുക്ക് ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ വേണ്ട, വരാൻ ലേറ്റായിരുന്നു. വന്നിട്ടുണ്ട്. താഴ്ന്ന കയറി നല്ല കയറ്റുണ്ട് കേട്ടോ. ഞാൻ യാത്ര കഴിഞ്ഞാൽ ഒന്ന് റെസ്റ്റ് ഒന്നും എടുത്തില്ല. വന്നിറങ്ങിയ വടി ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് ലേറ്റായി. ഭംഗി സാഹനമില്ല. അങ്ങനെ എന്താ ഉള്ളി പറഞ്ഞ എൻ്റെ ഗൈഡ് അപ്പം മരമൊക്കെ വീണടക്കണം. സണ്ണ് സെറ്റായിട്ടോ. സണ്ണ് ക്ലൗഡിൻ്റെ ഇടയിലൊക്കെ ആയി. കോട വന്നു തുടങ്ങി. നല്ല തണുപ്പായിട്ടുണ്ട്. Journal